പാലക്കാട് ചാലിശ്ശേരിയിൽ ബൈക്ക് യാത്രികരെ കാർ ഇടിപ്പിച്ച് വീഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമം. നിലത്ത് വീണ 2 യുവാക്കളെ 5-അംഗ സംഘം മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിക്കാനും ശ്രമിച്ചു. ജി പ്രസാദ് കുമാർ വിവരങ്ങളുമായി ഒപ്പമുണ്ട്. അതിനു മുൻപ് ഒരു പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. ഒരു ബ്ലൂ കളറുള്ള കാർ വന്നിട്ട് ഞങ്ങളെ ഇടിച്ചു വീഴ്ത്തായിരുന്നു. അപ്പോൾ അതിന് 2-3 പേര് ഇറങ്ങിയിട്ട് ഞങ്ങളെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഒച്ചുണ്ടാക്കിയിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഒരുത്തൻ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിക്കുകയും തല പൊളിയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ വേഗം ഓടുകയുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ വണ്ടിയിട്ട് ഇടിക്കാനും വരികയുണ്ടായിരുന്നത്. ജി പ്രസാദ് കുമാർ ചേരുന്നുണ്ട്. ജി പ്രസാദ് കുമാർ, ഗുഡ് മോർണിംഗ്. ഇത് എന്ത് കാരണത്താലാണ് ഇവർക്കെതിരെ ഇത്തരത്തിലൊരു ആക്രമണ ശ്രമം ഉണ്ടായത്? ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും മുൻവൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പോലീസ് ഇക്കാര്യത്തിൽ എന്ത് വിശദീകരണമാണ് നൽകുന്നത്? മോത്തി, ഗുഡ് മോർണിംഗ്. ഇവർ തമ്മിൽ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു. കാർ യാത്രക്കാരും ബൈക്ക് യാത്രക്കാരും തമ്മിൽ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നാണ് ചാലിശ്ശേരി പോലീസ് പറയുന്നത്. ഈ കാറിനുള്ളിൽ 5 പേർ ഉണ്ടായെന്നാണ് പരിക്കേറ്റവർ പറയുന്നത്. ഈ പരിക്കേറ്റവർക്ക് ഈ 2 പേരുടെയും തലയ്ക്കും കൈക്കും എല്ലാം തന്നെ ഗുരുതരമായി പരിക്കേറ്റുണ്ട്. മധുപ്പള്ളി സ്വദേശിയായ താനിയിൽ രഞ്ജിത്ത്, അതുപോലെ തന്നെ വടക്കേക്കര സ്വദേശിയായ EP രഞ്ജിത്ത്, ഈ 2 രഞ്ജിത്തുമാർക്കാണ് പരിക്കേറ്റ്. ഇവർ സാധനങ്ങൾ വാങ്ങിച്ചു വരുമ്പോൾ രാവിലെ പെരിങ്ങോട് കറുകപ്പുത്തൂർ പാതയിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായത്. ഇവർ നേരെ കാർ ഇടിച്ച് വീഴ്ത്തുകയും പിന്നീട് ഇവരെ കൊല്ലട എന്ന് പറഞ്ഞ് ഈ കാറിൽ നിന്നും ആളുകൾ ഇറങ്ങുകയുമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ചാലിശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഇവർ തമ്മിൽ മുൻവൈരാഗ്യം ഉണ്ട് എന്നാണ്. ഓക്കെ, ശരി പ്രസാദ് കുമാർ.